എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റിയായ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലായിടത്തും മാങ്ങയുടെ സീസണല്ലേ, മിക്ക സ്ഥലത്തും മാങ്ങയൊക്കെ ഉണ്ടാവും. ഇതേപോലെ പഴുത്ത മാങ്ങ എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി കൂട്ടി കഴിക്കട്ടെ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പഴുത്ത മാങ്ങയാണ് എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള മീഡിയം സൈസ് 4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മൂക്ക് ഭാഗം ഒന്ന് ചെത്തി കൊടുത്ത ശേഷം ഞാൻ ഇതേപോലെ തൊലി പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കത്തി വെച്ച് ചെത്തിയെടുക്കുകയല്ല, കൈ വെച്ച് തന്നെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. 4 മാങ്ങയുടെ തൊലി നമുക്ക് ഇതേപോലെ പൊളിച്ചെടുക്കട്ടോ. കത്തി കൊണ്ട് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതേപോലെ പൊളിച്ചെടുക്കുന്നതാണ്. ഞാനിവിടെ 4 മാങ്ങയും തൊലി പൊളിച്ച് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 പച്ചമുളക് മുറിച്ചിട്ടതും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അതിവിടെ 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി കൈ വെച്ച് നല്ലോണം ഒന്ന് ഞെരടിയെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. മാങ്ങയിലൊക്കെ ഈ എരിവും ഒക്കെ പിടിച്ചിട്ട് ഇതേപോലെ ഞെരടിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇതെല്ലാം അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഈ മാമ്പഴക്കൂട്ട് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം അടിഭാഗം ഇങ്ങനെ മാങ്ങയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും മാങ്ങയൊന്ന് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടി അരപ്പൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട തൈരാണ്. പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പുളി ഉള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/2 കപ്പ് 3/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മാങ്ങ ഞാൻ ഇതേപോലെ തവി കൊണ്ട് ഇളക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞ് കിട്ടുന്നത് കണ്ടോ. ഇതേപോലെ നമുക്കൊന്ന് ചെറുതായി ഉടച്ചെടുക്കാം. മാങ്ങയുടെ ടേസ്റ്റൊക്കെ ആ ചാറിന് പിടിക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് തവി വെച്ച് ഉടച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി ലൂസായിട്ടല്ല ഉണ്ടാവുക, കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്കിത് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം എടുക്കണ്ട, കുറച്ച് വെള്ളം മാത്രം എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തൈര് ചേർത്തത് കൊണ്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്കിതിന് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, ഉലുവപ്പൊടിയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഈ ഉലുവപ്പൊടി കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്നൊക്കെ നോക്കണം. എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തവി വെച്ച് ഇളക്കി തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം. നമ്മളിത് അല്ലാണ്ട് തന്നെ അടച്ച് വെച്ച് തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകും നമ്മുടെ കറി. അതുകൊണ്ടാണ് തവി വെച്ച് ഇളക്കിയിട്ട് ഇത് തിളപ്പിച്ചെടുത്തത്. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല പാകത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് അടച്ച് വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിന് വേണ്ട വറവൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് വറവിടണം, അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിലായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ
1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 വറ്റൽ മുളക് കൂടി അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എരിവുള്ളതൊക്കെ ആണെങ്കിൽ അല്പം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരല്പം കറി കൂടി പാത്രത്തിലേക്കിട്ട് അതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നിട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. മാമ്പഴക്കാലത്ത് മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതല്ല, മിക്ക വീടുകളിലും മാങ്ങയൊക്കെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.